മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ പുറത്തുവന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. S&P 0.27%, നാസ്ഡാക്ക് 0.51%, ഡോ ജോൺസ് 0.85% ഉയർന്നു. ഏഷ്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണുന്നത്. നിക്കി 225 1.72% ഹയർ സൈഡിലും ഹോങ്കോങ് ഇൻഡെക്സ് 0.49% ഹയർ സൈഡിലും ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. ഇന്ത്യൻ ഇൻഡെക്സ് 1.5% ഇടിയുകയും 22,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ടിന് താഴെ 21,957 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ 6 ദിവസമായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും വരുന്ന തുടർച്ചയായ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം. കഴിഞ്ഞ ദിവസവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 6,994 കോടിയുടെ സെല്ലിംഗ് നടത്തിയിരുന്നു. എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കണ്ടിന്യൂസ് ആയി 13 ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം 5,642 കോടിയുടെ ബൈയിങ് ആണ് DIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ടാറ്റ മോട്ടോർ, ഏഷ്യർ മോട്ടോർ, സിപ്ല, ബാങ്ക് ഓഫ് ബറോഡ, ABB ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, പോളിക്യാപ്, ബാങ്ക് ഓഫ് ഇന്ത്യ, തെർമാക്സ്, കല്യാൺ ജുവലേഴ്സ്, ആരതി ഇൻഡസ്ട്രീസ്, ചോളമണ്ഡലം ഫിനാൻഷ്യൽ ഹോൾഡിംഗ്, ഡോക്ടർ ലാൽപത് ലാബ്, പിരാമൽ ഫാർമ, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ്, സഫയർ ഫുഡ്, ശർമ്മ CGS ടെക്നോളജി, VIP ഇൻഡസ്ട്രീസ്, ദിലീപ് ബിൽഡ്കോൺ, അമി ഓർഗാനിക്സ്, TCI എക്സ്പ്രസ്, ശാരദ ക്രോപ്കം തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വരും. ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാം. അബോട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈനായ ക്വാർട്ടർലി റിസൾട്ട് അബോട്ടിന് കാഴ്ചവെക്കാൻ സാധിച്ചു. അബോട്ടിൻ്റെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 7.14% വർദ്ധിച്ച് 1,343 കോടിയിൽ നിന്നും 1,439 കോടിയിലേക്ക് ഉയർന്നു. 1,476 കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. 278 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 287 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനിക്ക് നേടാൻ സാധിച്ചു. പ്രോഫിറ്റ് 24% വർദ്ധിച്ച് 233 കോടിയിൽ നിന്നും 287 കോടിയിലേക്കെത്തി. അബോട്ടിൻ്റെ മാർജിൻ 205 ബേസിസ് പോയിൻ്റ് ഉയർന്ന് 20.8% നിന്നും 22.9% ഉയർന്നു. അബോട്ടിൻ്റെ EBITDA 17% വർദ്ധിച്ച് 280 കോടിയിൽ നിന്നും 330 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. BPCLൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. BPCLൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി 1:1 എന്ന റേഷ്യോയിൽ ബോണസും 21 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. BPCLൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 24.34% വർദ്ധിച്ച് 3,397 കോടിയിൽ നിന്നും 4,204 കോടിയിലേക്ക് ഉയർന്നു. എക്സെപ്ഷണൽ ഐറ്റമായ 1,978 കോടി കമ്പനിയുടെ പ്രോഫിറ്റും റവന്യൂവും ഉയരുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട്. റവന്യൂ 1.62% വർദ്ധിച്ച് 115 ലക്ഷം കോടിയിൽ നിന്നും 116 ലക്ഷം കോടിയിലേക്ക് ഉയർന്നു. 1.21 ലക്ഷം കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന രീതിയിലുള്ള റവന്യൂ ആണ് BPCL റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. BPCLൻ്റെ EBITDA 48% വർദ്ധിച്ച് 6,226 കോടിയിൽ നിന്നും 9,213 കോടിയിലേക്ക് എത്തി. EBITDA മാർജിൻ 251 ബേസിസ് പോയിൻ്റ് ഉയർന്ന് 5.3% നിന്നും 7.9% എത്തി. റിലാക്സോയുടെ ക്വാർട്ടർലി റിസൾട്ട് ഒരൽപ്പം ഡിസപ്പോയിൻറ്റിംഗ് ആണ്. നെറ്റ് പ്രോഫിറ്റ് 3% ഇടിഞ്ഞ് 63 കോടിയിൽ നിന്നും 61 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് 59 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. റവന്യൂ 2.3% ഇടിഞ്ഞ് 764 കോടിയിൽ നിന്നും 747 കോടിയിലേക്ക് എത്തി. 797 കോടിയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. പ്രോഫിറ്റ് മാർജിൻ 15.4% നിന്നും 16.1% എത്തുകയും EBITDA 2% ഉയർന്ന് 117 കോടിയിൽ നിന്നും 120 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മഹാനഗർ ഗ്യാസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 2.7% വർദ്ധിച്ച് 1,569 കോടിയിൽ നിന്നും 1,613 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 20% ഇടിഞ്ഞ് 317 കോടിയിൽ നിന്നും 282 കോടിയിലേക്ക് എത്തി. മാർജിൻ 410 ബേസിസ് പോയിൻ്റ് ഇടിഞ്ഞു, അല്ലെങ്കിൽ 28.6% നിന്നും 24.4% ഇടിയുകയും EBITDA 11.9% ഇടിഞ്ഞ് 449 കോടിയിൽ നിന്നും 395 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മഹാനഗർ ഗ്യാസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനി 18 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്ടേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 15% ഇടിഞ്ഞ് 323 കോടിയിൽ നിന്നും 273 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 13% ഇടിഞ്ഞ് 40 കോടിയിൽ നിന്നും 34 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 16.9% നിന്നും 14.5% എത്തുകയും എബിറ്റ 54 കോടിയിൽ നിന്ന് 39 കോടിയിലേക്ക് എത്തി. അല്ലെങ്കിൽ എബിറ്റയിൽ 15.25% ഇടിവ് വരികയും ചെയ്തു. ഹൈക്കലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 5.7% ഇടിഞ്ഞ് 545 കോടിയിൽ നിന്ന് 514 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 5.6% ഇടിഞ്ഞ് 36 കോടിയിൽ നിന്ന് 33 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 16.14% നിന്നും 18.37% ഉയരുകയും ചെയ്തു. ഹൈക്കലിൻ്റെ എബിറ്റ 7.32% വർദ്ധിച്ച് 88 കോടിയിൽ നിന്നും 94 കോടിയിലേക്ക് മെച്ചപ്പെട്ടു. സോളാര ആക്റ്റീവ് ഫാർമ സയൻസ് എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനി 480 കോടിയുടെ റൈറ്റ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 365 രൂപ പെർ ഷെയർ എന്ന ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും റൈറ്റ് ഇഷ്യൂ കമ്പനി നടപ്പിലാക്കുക. അതുപോലെ തന്നെ സൂര്യോദയ് സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 56.3% വർദ്ധിച്ച് 60 കോടിയായി മാറി. അസറ്റ് ക്വാളിറ്റിയിൽ സിഗ്നിഫിക്കൻ്റായ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. 3.06% നിന്നും അസറ്റ് ക്വാളിറ്റി 2.94% ഇംപ്രൂവ് ആയി. ഇയർ ഓൺ ഇയറിൽ സൂര്യോദയ് സ്മാൾ ഫിനാൻസ് ബാങ്ക് പ്രൊവിഷൻ കുറച്ചെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പ്രൊവിഷൻ കൂട്ടിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 51.5 നിന്ന് 48.2 പ്രൊവിഷൻ കുറച്ചു. ക്വാർട്ടർ ടു ക്വാർട്ടർ 37.9 നിന്നും 48.2 പ്രൊവിഷൻ കൂട്ടിയിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസിനെ ശ്രദ്ധിക്കാം. അദാനി എൻ്റർപ്രൈസസിൻ്റെ മൗറീഷ്യസ് ബേസ്ഡ് കമ്പനിയായ അദാനി ഗ്ലോബൽ, UAE ബേസ്ഡ് കമ്പനിയായ സിറിയസ് ഡിജിടെക് എന്ന കമ്പനിയുടെ 49%-ഓളം സ്റ്റേക്ക് അക്വിസിഷൻ നടത്തി. ടാറ്റ സ്റ്റീൽ ഇന്ത്യൻ സ്റ്റീൽ ആൻഡ് വയർ എന്ന കമ്പനിയുടെ 98%-ഓളം സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ശ്യാം മെറ്റാലിക്സിൻ്റെ സെയിൽസ് റിപ്പോർട്ട് പുറത്തുവന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ സെയിൽസ് 33.7% വർദ്ധിക്കുകയും അലൂമിനിയം ഫോയിൽ സെയിൽസ് 22.1% വർദ്ധിച്ച് 1338 മെട്രിക് ടണ്ണായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പെല്ലറ്റ് സെയിൽസ് ഏകദേശം 62% ഇടിഞ്ഞ് 50,557 മെട്രിക് ടണ്ണായി മാറി. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാവുന്നതാണ്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് എന്ന കമ്പനി 660 കോടി രൂപയുടെ ഗ്രോസ് വാല്യൂ ഉള്ള ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ബാംഗ്ലൂരിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.